what is the anointing for? Power conference. What is the power conference for? Liquid fire. What is the liquid fire for? Agni abhishekam. What is the fire anointing for? സംശയമുള്ളവരോട് ഞാൻ പറയാം, To all those who doubt, I want to tell ഈ you, തലമുറയെ കുരുക്കിയിട്ടിരിക്കുന്ന സാത്താന്യ നുകത്തെ പൊട്ടിച്ചെടുക്കാൻ, it is to break the satanic yokes that people are trapped in this generation. എന്തിനാ ഈ ജനം ഇവിടെ കിടന്ന് ചാടുന്നേ? Why are the people jumping here? എന്തിനാ ഈ ജനം കിടന്ന് മറിയുന്നേ? Why are the people jumping over? പ്രമാണത്തിനും പരീക്ഷ മണ്ഡലത്തിനും ജയിപ്പിക്കാൻ പറ്റാത്തതിനെ അഭിഷേകത്താൽ ജയിച്ചു കയറാൻ. Because they want to win through the anointing what they couldn't win through the law and through Pharisee. ന്യായപ്രമാണത്തിന്റെ ശക്തിയാൽ കഴിയാത്തതിനെ അഭിഷേകത്താൽ ജയിക്കാൻ. What you cannot win through the power of the law, to win through the power of the anointing. ഞങ്ങൾക്ക് അഭിഷേകം രാഷ്ട്രീയം കളിക്കാനല്ല. It's not to play politics at the anointing. ഞങ്ങൾക്ക് അഭിഷേകം ഞങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ. Crucify the old man. ഞങ്ങളുടെ പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടെ ഉരിഞ്ഞുകളയാൻ. To put off the old man with his corruption and evil desires. ഞാൻ നിങ്ങളൊരു ദൂത് പറയട്ടെ. Give you a word. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. When I share this, you will understand. ഇത് മനസ്സിലായാൽ അഭിഷേകത്തിന്റെ റലം നിങ്ങൾക്ക് പിടികിട്ടും. And if you understand this, then you will understand the realm of the anointing. പൗലോസ് പറയുന്നു, Paul is saying, ഞാൻ യേശുക്രിസ്തുവിന് കൂടെ ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. I have been crucified with Christ. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈസി ആയ കാര്യമല്ല. It's not an easy thing to be crucified. എങ്ങനെ ക്രൂശിക്കപ്പെടാൻ പറ്റുന്നേ? How can you be crucified? കേറുവാ പറയട്ടെ. ഇത് യേശുവിന്റെ ക്രൂശാണെന്ന് ചിന്തിക്കുക. Imagine this is the cross of Jesus. ഈ ക്രൂശിൽ നിന്നെ ഒന്ന് ക്രൂശിക്കണം. And you want to be crucified on നിന്റെ this. കൈയും കാലും എടുത്ത് നാണിയടിക്കണം. You have to put nails on your hands and feet. ഇങ്ങനെ കൈ വെച്ചാൽ ക്രൂശിക്കപ്പെടുന്നില്ല. You cannot be crucified just like this. യേശു ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുകയാണ്. Jesus did stretch forth his hands അവനെ simply. ആണി അടിച്ച് ഹാങ് ചെയ്തു അതിനകത്ത്. Oh, they nailed him to the cross. എന്താ നിന്റെ പേര്? നിതിനെ എന്തിനാ അഭിഷേകം എന്നറിയോ? What is the anointing for? നിന്റെ പഴയ മനുഷ്യൻ എഴുന്നേക്കാതെ ക്രൂശിൽ ഹാങ് ചെയ്യണം. To make sure that the old man doesn't come out but is nailed to the cross. ബാക്കിയുടെ കേട്ടോ. Listen next. നീ എവിടെ കിടന്നിട്ട് കാലിൽ നാണി അടിച്ച് നോക്ക്. Put nails on your feet. അടിച്ച് കാലിൽ ആണി അടിച്ച് Put nails on your feet. അടിച്ച് ഇനി ഈ കയ്യിലടിക്കും. Now put it on that. അടിച്ചോ. ഇനി ഈ കൈ ആരടിക്കും? Now who will nail this? ആർക്കടിക്കാൻ പറ്റും? Who can nail it? നീ ഉപവസിച്ചാൽ കൈ ആണി അടിക്കാത്തില്ല. To fasting you can't nail it. നീ എത്ര വിചാരിച്ചാലും നിന്നെ ക്രൂശിക്കാൻ ഒക്കത്തില്ല. No matter how much you try, you can't stay crucified. നീ തിരിച്ചറിയണം. You must know this. നീ എത്ര പ്രസംഗിച്ചാലും നിന്നെ ക്രൂശിക്കാൻ No ഒക്കത്തില്ല. matter how much you preach, you can't crucify നീ yourself. എത്ര വാചകം അടിച്ചാലും നിന്നെ ക്രൂശിക്കാൻ No matter how ഒക്കത്തില്ല. much you speak well, you can't crucify yourself. എന്തെല്ലാം ചെയ്താലും നിനക്ക് തന്നെ ക്രൂശിക്കാൻ പറ്റാത്ത ചില മേഖലകൾ നിന്റെ മേൽ കിടപ്പുണ്ട്. No matter how much you try, there are some areas where you can't deal with, you can't crucify. അതിനെ ആര് ക്രൂശിക്കും? Who will crucify that? നീ അനുവദിച്ചാൽ If you will allow, അഭിഷേകം അവിടെ ആണി അടിക്കും. the anointing will crucify that. നിനക്ക് ജയിക്കാൻ പറ്റാത്ത, നിനക്ക് ജയിക്കാൻ പറ്റാത്ത, നിനക്ക് ജയിക്കാൻ പറ്റാത്ത, ഞാൻ ആവർത്തിക്കാം, നീ എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത നിന്റെ പഴയ മനുഷ്യനെ ആണിയടിക്കാൻ വേണ്ടിയാണ് അഗ്നി അഭിഷേകം. Fire anointing is to crucify that old man. അഭിഷേകത്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. It's only through the anointing that you can crucify that old man. റൈസൻ തോമസിന് എന്തിനാണ് അഭിഷേകം? Why does Rayson Thomas need the anointing? എനിക്ക് ആളാകാനല്ല. It's not to become a great ഈ figure. തലമുറയെ കുരുക്കിയിട്ടിരിക്കുന്ന ചിലതിനെ തീയിൽ നിന്ന് വലിച്ചു കയറ്റി യേശുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയാൻ. ആർക്കായി അഭിഷേകം വേണ്ടേ? ആർക്കായി അഭിഷേകം വേണ്ടേ? ഒരു രാത്രിയില് one night, പാസ്റ്റർ രാജേഷ് ഒരു രാത്രി ദൈവം എന്നോട് പറയുക, the Lord told me one night, നീ നിന്നെ ക്രൂശിക്കാൻ, you have to crucify yourself. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ക്രൂശ് വെച്ചിട്ടുണ്ട്. So I put a cross in our church. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സിംബൽ ഉണ്ട്, ക്രൂശ്. There is a symbol of the cross in ഞാൻ our ക്രൂശിൽ church. കയറി നാണി അടിക്കാൻ തുടങ്ങി. I tried to nail myself to the cross. I nailed my feet. ഞാൻ ഈ കൈ അടിച്ചു. I nailed this hand as well. എങ്ങനെ നോക്കിയിട്ട് ഈ കൈ അടിക്കാൻ But no പറ്റുന്നില്ല. matter how much I try, I can't nail that. കർത്താവിനോട് ചോദിച്ചു, The Lord asked me, നിനക്ക് മനസ്സിലായോ? did you understand? നീ എത്ര ശ്രമിച്ചാലും നിനക്ക് നിന്നെ ക്രൂശിക്കാൻ No matter how പറ്റത്തില്ല. much you try, you can't crucify yourself. മനസ്സിലായപ്പോ I said, Lord, I understand. ഇനി നീ എന്നെ അനുവദിക്കുക. Now please, you love me. Allow me. Love me. നീ എന്നെ അനുവദിച്ചാൽ, The Lord said, if you love me, ആരും അറിയാതെ, with no one knowing, ഒരാളും അറിയാതെ, no one knowing, ഞാൻ നിന്നെ ക്രൂശിക്കാം. I will crucify you. ആ ക്രൂശിൽ കിടന്നിട്ട് ഈ തലമുറ പറയും, And then lying on that cross, ഇനി this generation ജീവിക്കുന്നത് will say, ഞാനല്ല, it's no longer I who lives. ക്രിസ്തു മാത്രമേ. Christ lives in me. പിന്നെ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്, The life I live in the body, പിന്നെ ഞാൻ ജഡത്തിൽ the ജീവിക്കുന്നത് life I live in the flesh, എന്തെങ്കിലും നേടാൻ
നേടാനല്ല, It's not to gain something. നിങ്ങൾ നിമിത്തം ഞാൻ ജഡത്തിൽ വസിക്കേണ്ടത് അവന്റെ ആവശ്യം. I live in the flesh for you, for your benefit. റൈസൻ തോമസ് ഭൂമിയിൽ ജീവിക്കേണ്ടത് യേശുവിന്റെ ആവശ്യം. Jason Thomas is living in the flesh through the anointing of Jesus. അങ്ങനെ ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കണം. A generation like that should rise ഇന്ന് up. പകൽ അങ്ങനെ ഒരു പകർച്ച നടക്കാൻ പോവാ. Foundation is thinking like that. നിനക്ക് ജയിക്കാൻ പറ്റാത്ത മേഖലയുണ്ടോ? Is there an area where you can't overcome? നിനക്ക് ശ്രമിച്ചിട്ടും No matter how much you have tried, നിനക്ക് ജയിക്കാൻ പറ്റാത്ത you മേഖലയുണ്ടോ? can't win in that area. ഇന്ന് പകൽ Today, ആ മേഖലയെ അഭിഷേകം ആണിയടിക്കാൻ the പോവാ. anointing is going to put the nail on that. നിന്നെ വെല്ലുവിളിക്കുന്ന, What challenges you? നിന്റെ അഭിഷേകത്തെ ചോദ്യം What ചെയ്യുന്ന, questions your anointing? നിനക്ക് മുന്നേറാൻ പറ്റാത്ത, What prevents you from going forward? നീ എത്ര ജയിച്ചാലും No matter how much you win, നിന്നെ അവിടെ ലോക്ക് ചെയ്യുന്ന where you are locked, മതത്തിനും ന്യായപ്രമാണത്തിനും the power of the ഒന്നും law, കഴിയാത്തതിനെ what it cannot do, ഇന്ന് രാത്രി അഭിഷേകം, what the law cannot do, the അഭിഷേകത്താൽ anointing. ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞ തലമുറ. You are going to put off the old desires of the flesh. ആത്മാവിനാൽ, By the Spirit. ആത്മാവിനാൽ By the Spirit. പഴയ മനുഷ്യനെ ക്രൂശിച്ചൊരു തലമുറ. A generation that has crucified their own man.